ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ പെയിൻറ്റിങ് മനോഹരമായ രണ്ട് പക്ഷികളാണ്. ഈ പെയിൻറ്റിങ് കാണാൻ പറ്റും. രണ്ട് പക്ഷികളും അതുപോലെ അത് നിൽക്കുന്ന ബ്രാഞ്ചും കുറച്ച് പൂക്കളും ഇലകളും ഒക്കെയുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ പെയിൻറ്റിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മുഴുവനായും എല്ലാവരും കാണുക. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൽ നമ്മൾ വരക്കാൻ പോകുന്നത് ഭംഗിയുള്ള രണ്ട് പക്ഷികളെയാണ്. വ്യത്യസ്തങ്ങളായ കളറുകളുള്ള രണ്ട് പക്ഷികളെയാണ്. അതിൽ നീല കളറും കുറച്ച് ഓറഞ്ച് കളറും യെലോവും റെഡൊക്കെ മിക്സായിട്ടുള്ള കളറുള്ള രണ്ട് പക്ഷികളെയാണ് ഇതിൽ വരക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഭംഗിയുള്ള പെയിൻറ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഫ്ലവറുകളും അത് നിൽക്കുന്ന ബ്രാഞ്ചും കുറച്ച് ഇലകളൊക്കെ ഇതിൻ്റെ കൂടെ വരക്കുന്നുണ്ട്. ഇതിനായി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയും. നമ്മൾ വരക്കുന്ന സബ്ജക്റ്റ് ഒഴിച്ചു വിട്ട് ബാക്കി ചുറ്റും വരച്ചെടുക്കുന്നതിനാണ് നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ വരക്കുന്നത്. ചുറ്റുമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒരു യൂണിഫോമായിട്ട് കുറച്ച് പർപ്പിൾ വയലറ്റ് കളർ കൊടുത്ത് വരക്കുകയാണ്. അത് യൂണിഫോം ആയിട്ടുള്ള ഒരു കളറാണ്. ബാക്ക്ഗ്രൗണ്ടായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് യൂണിഫോം ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് ഒരു നനഞ്ഞ പ്രതലത്തിലായതുകൊണ്ട് തന്നെ അതൊരു യൂണിഫോം ആയിട്ടുള്ള കളറിൻ്റെ സ്പ്രെഡ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ അത് ഉണങ്ങി കഴിയുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പേ ചെയ്യാൻ പാടില്ല. കാരണം അപ്പോൾ ഈ കളറ് ചുറ്റുമുള്ള സറൗണ്ടിങ്സിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭംഗിയെ കുറക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇനീഷ്യലി നമ്മൾ ചെയ്യുന്നത് ആ പക്ഷിയുടെ ബ്ലൂ ഉള്ള പാർട്ടുകൾ, ബ്ലൂ കളർ വരുന്ന പാർട്ടുകൾ വളരെ ലൈറ്റായിട്ട് കൊബാൾട്ട് ബ്ലൂ വെച്ചിട്ട് വരക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ വേറൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതേപോലെ തന്നെയാണ് വരക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മുൻവശം അടിവശത്ത് കുറച്ചൊരു യെല്ലോ ഓറഞ്ച് കളറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത സൈഡിലുള്ള മറ്റേ സൈഡിലുള്ള പക്ഷിയും കൂടി വരക്കുകയാണ്. ഇത് ഇനീഷ്യൽ വാഷ് ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ടുള്ള കളർ കൊടുത്തിട്ടാണ്. അതിൻ്റെ ചിറകിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ആ യെല്ലോ കളർ മാറി കുറച്ചുകൂടി റെഡിഷ് ആവുന്നത് കാണാം. അതിൻ്റെ ഷാഡോ വരുന്നത് തോന്നിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് പക്ഷിയുടെ ആദ്യത്തെ വാഷ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ചിറകുകൾ വരച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ചിറകുകളുടെ തൂവലുകൾ വരച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് ഡാർക്ക് കളർ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നില്ല. വളരെ ലൈറ്റായിട്ട് അടുത്തൊരു ലെയർ ബ്ലൂയുടെ കോട്ടിങ് കൂടി ചെയ്യുകയാണ്. പിന്നെ രണ്ട് ചിറകുകളുടെയും സെൻറ്റർ ഭാഗത്ത് വരുന്ന ഭാഗം അവിടെ കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വയലറ്റ് കളർ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഷാഡോ വരുന്ന ഭാഗത്തും അതേ കളർ തന്നെ വെച്ച് ചിറകിൻ്റെ ഷാഡോസ് വരക്കുകയാണ്. പിന്നെയുള്ളത് പക്ഷിയുടെ കണ്ണിനും കൊക്കിനും അടിയിൽ വരുന്ന ഭാഗം. അവിടെ കുറച്ചൊരു അത്ര ബ്രൈറ്റായിട്ട് കാണാത്ത ഒരു ഭാഗമായതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലൂവും അതുപോലെ തന്നെ ഓറഞ്ചും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ചിറകുകൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന കളറ് വയലറ്റ് കളറാണ്. കുറച്ചുകൂടി കൂടുതലായിട്ട് ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷിയുടെ മുകളിലത്തെ ഭാഗം നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ മുകളിലത്തെ ഭാഗം അവിടെ അധികം ബ്ലൂ കളർ തന്നെ കൊടുത്തിട്ടില്ല. ഒരു സൂര്യപ്രകാശം ആ സൈഡിൽ നിന്ന് വരുന്നതായി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി വൈറ്റിഷ് ആയിട്ടും വളരെ ലൈറ്റായിട്ടുള്ള ബ്ലൂ മാത്രം കൊടുത്തത്. അടുത്ത പക്ഷിയുടെ കണ്ണിന് ചുറ്റും വരച്ചെടുക്കുകയാണ്. പക്ഷികളുടെ പെയിൻറ്റിങ് വളരെ അനായാസമായി ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അതോടൊപ്പം കാണാൻ ഭംഗിയും ഉണ്ടാകുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്.
അതിൻ്റെ തലയുടെ തൊട്ട് ഭാഗത്ത് കുറച്ച് നിഴലുകൾ ഷാഡോസ് ഉള്ളതുകൊണ്ട് ആ ഭാഗത്ത് കുറച്ചുകൂടി ഡാർക്കാക്കിയിട്ടുണ്ട്. ഇനീഷ്യലി കൊടുത്ത ഓറഞ്ച് കളറിൻ്റെ അടിയിൽ കുറച്ചൊരു അധികം കട്ടിയില്ലാതെ ഒരു വയലറ്റ് കളർ കൊടുത്തപ്പോഴാണ് ആ ഒരു എഫക്റ്റ് വന്നത്. അതേപോലെ തന്നെ കണ്ണ് വരക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ ആ സൂര്യപ്രകാശം തട്ടുന്ന ആ ഭാഗം കുറച്ചൊരു വൈറ്റായിട്ട് ഒഴിച്ചു വിട്ടിട്ടുണ്ട്. തൂവലുകളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വരക്കുകയാണ്. ഇതിനായി വളരെ നേരിയ ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും തൂവലുകൾക്ക് കുറച്ചുകൂടി ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. അടുത്തതായി അവിടെയുള്ള ബ്രാഞ്ചും അവിടെയുള്ള ഇലകളുമാണ് വരക്കുന്നത്. പൂക്കൾ വരുന്ന ഭാഗം ആദ്യമായിട്ട് പിങ്ക് കളർ ഉള്ള പുഷ്പങ്ങളുള്ള ഭാഗത്ത് അവിടെ കുറച്ച് കളർ ആദ്യം അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഗ്രീൻ കളർ വെച്ചിട്ട് ഇലകൾ വരച്ചെടുക്കുകയാണ്. അതിൽ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും വരുന്നുണ്ട്. ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒഴിച്ചു വിടുകയാണ്. ഇതിൻ്റെ ഭംഗി വരണമെങ്കിൽ കുറച്ചുകൂടി സെക്കൻഡ് തേർഡ് കോട്ടിങ് വരുന്നതോടുകൂടി മാത്രമേ നമുക്ക് ആ ഫ്ലവർ അതിലെടുത്ത് നിൽക്കുന്നത് പോലെ തോന്നിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടി ഡാർക്കർ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അല്പം ബ്ലൂവും ക്രിംസണൊക്കെ ഗ്രീനോട് കൂട്ടുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡാർക്കർ കളറായിട്ട് അത് അപ്പിയർ ചെയ്യും. ആ ഡാർക്കർ കളറ് ഫ്ലവറിന് ചുറ്റും വരുന്നതോടുകൂടി തന്നെ ഫ്ലവർ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് കാണും. താഴെയുള്ള ഇലകൾ വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആദ്യം ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത ഒരു ഫസ്റ്റ് വാഷ് പക്ഷികൾക്കും അവിടെയുള്ള ബ്രാഞ്ചുകൾക്കും ചുറ്റും ഒരു വയലറ്റ് കളർ വെച്ചിട്ട് ചെയ്ത ആ ഫസ്റ്റ് വാഷ് ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു യൂണിഫോം കളറായി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ട് അപ്പിയർ ചെയ്യുന്നതാണ്. ഇനി ഫ്ലവേഴ്സിനൊക്കെ കുറച്ചുകൂടി റെഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കുറച്ചുകൂടി കളർ വൈബ്രൻ്റ് ആയി തോന്നാൻ വേണ്ടിയിട്ട്. ഫ്ലവറുകൾക്ക് അല്പം കൂടി ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. മുഴുവനായും ഡീറ്റെയിലായി വരക്കാതെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുകയാണ്. ഈ പെയിൻറ്റിങ്ങിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് camel ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. വ്യത്യസ്തങ്ങളായ ബ്രഷുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള റൗണ്ട് ബ്രഷസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൊക്കിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഡാർക്കൻ ചെയ്യുകയാണ് ഷാഡോസ് കാണിക്കാൻ വേണ്ടിയിട്ട്. ചിറകുകൾക്ക് മൂന്നാമത്തെ കോട്ടിങ്ങുകൾ കംപ്ലീറ്റായി. അല്പം ചില ഡെഫിനിഷൻസ് വരുത്താൻ വേണ്ടി ബോർഡറുകൾ മാത്രം കുറച്ചുകൂടി ഡാർക്കൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പക്ഷിയുടെ ഐയുടെ ഭാഗവും കുറച്ച് ഡാർക്കൻ ചെയ്യുകയാണ്. ഈ പെയിൻറ്റിങ് വളരെ അനായാസമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു പെയിൻറ്റിങ്ങാണ് ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. ഒരുപാട് ഓവർ വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കളർ കയറ്റുന്നതനുസരിച്ച് അതിൻ്റെ ട്രാൻസ്പാരൻസിയൊക്കെ പോകും. ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു പെയിൻറ്റിങ് ഡെമോൺസ്ട്രേഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.